ലൂക്കോസ് സുവിശേഷം നമ്മൾ 1:26 വാക്യമാണ് വായിച്ചത്. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ എവിടെ അയച്ചു? നസറത്ത് എന്ന ഗലീല പട്ടണത്തിൽ. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേലിനെ നസറത്ത് എന്ന ഗലീല പട്ടണത്തിൽ അയച്ചു. എന്നുവെച്ചാൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. അവിടെ അയക്കുന്നുണ്ടെങ്കിൽ ദാവീദ് എന്ന ഗൃഹത്തിന് യോസഫ് എന്നൊരു പുരുഷൻ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേരാണ് മറിയ എന്നായിരുന്നു. എന്നാൽ 28-ാമത്തെ വാക്യത്തിൽ ദൂതൻ അവളുടെ അടുക്കൽ ചെന്നിട്ട്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ആമേ ഹല്ലേലൂയ. നസറത്ത് എന്ന ഗ്രാമത്തിൽ ആമേ ഗബ്രിയേലിനെ അയച്ചിട്ട് ഇതിനിടയിൽ നിന്നും ഒരു വ്യക്തിയെ വിളിച്ച് വേർതിരിക്കുകയാണ്. ഒരു സഹോദരിമാരല്ല, ഒരു സ്ഥലത്തായാലും ഒരു ഗ്രാമത്തിലായാലും ഒരു പഞ്ചായത്തിലായാലും അവിടെ ഒരു വ്യക്തി മാത്രമല്ല, ഒരു കൂട്ടർ വ്യക്തി ഉണ്ട്. നീ ചിന്തിക്കണം, അതിനകത്ത് നിന്നും ഒരു വ്യക്തിയെ വിളിച്ച് ദൈവം വേർതിരിക്കുന്നുണ്ടെങ്കിൽ മറ്റാരെയും വിളിച്ചിട്ടില്ല. അതിനകത്തുനിന്ന് ഒരു വ്യക്തിയെ ദൈവം വിളിച്ച് വേർതിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. ആമേ, ദൈവം വിളിച്ച് വേർതിരിക്കാൻ പോവുകയാണ്. പല വ്യക്തികളെയോ ഇന്ന് ദൈവം വിളിച്ച് വേർതിരിക്കുന്നു. ഒരു വലിയൊരു കൂട്ടത്തിൽ നിന്ന് ആത്മാവ് പറയുന്നു, വലിയൊരു കൂട്ടത്തിൽ നിന്ന് ആമേ ചില വ്യക്തികളെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കാൻ പോവുകയാണ്. അത് പറ, അതിനകത്തുനിന്ന് ഞാൻ ഉണ്ടാവണം. കർത്താവേ, നീ എന്നെ വിളിക്കുമ്പോ, വലിയൊരു കൂട്ടത്തിൽ നിന്ന് വിളിക്കുമ്പോ അതിനകത്ത് ഞാൻ ഉണ്ടാവണം. എന്റെ പേര് വിളിക്കണമേ. ദൈവത്തിന് എല്ലാവരും അറിയാം. പക്ഷെ എല്ലാവരും അറിഞ്ഞാലോ ചുരുക്കം വരുന്നതും, പ്രത്യേകിച്ച് ദൈവത്തിന് വേണ്ടി വിളിച്ച് വേദനിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ, ആരാധിക്കുമ്പോ, യേശുവേ എന്റെ പേര് വിളിക്കണമേ, എന്റെ പേരൊന്ന് എഴുതി കാണിക്കണമേ, എന്നൊന്ന് വിളിക്കണമേ, എന്നൊന്ന് പേര് ചൊല്ലി വിളിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ കര നീ അറിയാതെ നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ദൂതന്, ഒരു ഗബ്രിയേലിന് ഇന്ന് നിനക്ക് വേണ്ടി ഇറങ്ങുന്നുണ്ട്. നീ അറിയാതെ നിന്നെ സഹായിക്കുക, നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, നിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം ഒരു ദൂതനെ ഇറക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ ഹല്ലേലൂയ. ഇന്ന് ദൈവത്തെ അറിയുവാൻ കിട്ടിയ ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം പറ. ആമേ ഹല്ലേലൂയ. യേശുവിനെ ജീവനോട് നമുക്ക് ആരാധിക്കുക. ആമേ, ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് ദൈവത്തെ ആത്മാവിന് സത്യത്തിലും ആരാധിക്കുവാൻ കിട്ടിയ ഭാഗ്യം. ആ വെളിപ്പാട് എനിക്ക് തുറന്നു തന്നു, ആ കാഴ്ചപ്പാട് എനിക്ക് തന്നു. പലരും ഇരുട്ടത്ത് തപ്പുമ്പോ ഇന്ന് വെളിച്ചത്തിലോട്ട് വരുക, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലോട്ട് വരുക. ദൈവ പൈതലേ, ദൈവം നിന്നെ കൊണ്ടുവരുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലോട്ടാണ്. ആമേ ഹല്ലേലൂയ. ഇന്ന് പലരും ആമേ ഹല്ലേലൂയ. എവിടെ? ഇരുട്ടത്താ. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലോട്ട് വരുക, ഒന്ന് വെളിച്ചത്തിലോട്ട് വരുക. ആമേ ഹല്ലേലൂയ. ഒരു വെളിച്ചത്തിലോട്ട് വരുക. യേശു വിളിച്ചാൽ മാത്രമേ, ദൈവം വിളിച്ചാൽ മാത്രമേ ഇന്ന് വെളിച്ചത്തിലോട്ട് വരാൻ പറ്റൂ. ഓ സ്തോത്ര. ഇന്ന് വന്നിരിക്കുന്ന നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പെട്ടെന്ന് ദൈവം അയക്കേണ്ട അടുത്ത് കൃത്യമായിട്ട് വായിക്കും. നിങ്ങളടുത്ത് ദൈവം വരേണ്ട സമയത്ത് കൃത്യമായിട്ട് വരും. നിങ്ങൾ ഭാരപ്പെടണ്ട. ഇന്ന് നിങ്ങളടുത്ത് ദൈവം കൃത്യമായിട്ട് വരേണ്ട സമയത്ത് വരും. ആരൊക്കെ വിലക്കിയാലും, ആരൊക്കെ തടഞ്ഞാലും, ആമേ ഹല്ലേലൂയ, ഒരു വിഷയമില്ല. ആരൊക്കെ ബന്ധിച്ചാലോ, ആമേ ആരൊക്കെ പറഞ്ഞ് പോണ്ടെന്ന് പറഞ്ഞാലോ, എൻ്റെ കർത്താവിന് സമയമാകുമ്പോൾ നിന്റെ അടുക്കിലേക്ക് യേശു വന്നിരിക്കും. ആമേ ഹാലെ, വിശ്വസിക്ക്. ആരൊക്കെ വിലക്കിയാലോ, ആരൊക്കെ പോണ്ടെന്ന് പറഞ്ഞാലോ, എൻ്റെ യേശു വരേണ്ട സമയത്ത് വന്നിരിക്കും. അതിന് ഒരു മാറ്റവുമില്ല. ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ യേശു വന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ. ഇവിടെ ആമേ ദൂതൻ ഇറങ്ങി അവൾ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ഇത് കേട്ടപ്പോ ആമേ ഇതിന്റെ താഴോട്ട് വരുമ്പോ മറിയ ഒരു ഭയപ്പെട്ടു വന്നു, പേടിച്ചു. ഹല്ലേലൂയ. എന്നാ ദൂതൻ അവളെ, മറിയേ
ഭയപ്പെടണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ ലഭിക്കണമെങ്കിൽ, ആമേ, ദൈവത്തിന്റെ സ്നേഹം പകരണമെങ്കിൽ, ആമേ, ദൈവം നിന്നെ പ്രത്യേകമായി തെരഞ്ഞെടുക്കണം. ദൈവത്തിന്റെ കൃപ ലഭിച്ചവർ ആത്മാവിന് സത്യത്തിലും ആരാധിക്കും. കൃപയില്ലാത്തവർ താഴോട്ട് വീണുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് വെളിപ്പാട് കിട്ടിയവൻ ആത്മഭാരം കിട്ടിയവൻ അവൻ ആത്മാവിന് സത്യത്തിലും ദൈവത്തെ സ്തുതിക്കും. കൃപ ലഭിക്കണം. ദൈവത്തെ ഒന്ന് കാണുവാൻ, അകക്കുന്നുണ്ട് കാണുവാൻ. അതാ മറിയയ്ക്ക് ദൈവം എന്ന് പുതിയൊരു ഹൃദയം കൊടുത്തു. ഇന്നൊരു പുതിയ ഹൃദയം മറിയയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിയ ദൈവം, കർത്താവേ എനിക്കൊന്ന് വെളിപ്പെടുത്തണം. ഇന്നത് കേൾക്കുമ്പോ, ഇന്ന് ചാനലിലൂടെ കേൾക്കുന്നവർ പറയാ, മറിയയ്ക്ക് വെളിപ്പെടുത്തിയ ദൈവമേ, പരിശുദ്ധാത്മാവേ എനിക്കൊന്ന് വെളിപ്പെടണം. പലരും ഇന്ന് അറിയാൻ യേശുവിനെ ആരാധിക്കുന്നുണ്ട്, പക്ഷെ വിടുതലെടുക്കാൻ കഴിയുന്നില്ല, പുറത്തു വരാൻ കഴിയുന്നില്ല, പ്രാപിക്കാൻ കഴിയുന്നില്ല, ഒരു മാറ്റം വരുന്നില്ല. ഇന്ന് വ്യത്യസ്തമായി ദൈവത്തോട് പറ, മറിയയ്ക്ക് കിട്ടിയ വെളിപ്പാട് എനിക്ക് വേണം. കർത്താവേ എന്നെ ഒന്ന് അനുഗ്രഹിക്കുക, എന്നെ ഒന്ന് സെലക്ട് ചെയ്യുക, ഒന്ന് തൊടുക. കർത്താവേ എന്നോട് മനസ്സലിയണമെന്ന് ഇന്ന് എത്ര വരുന്നു ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൂതനോട് പറഞ്ഞു, മറിയേ നീ ഭയപ്പെടണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് കൃപയാണ്, ദൈവത്തിൻ്റെ കരുതലാണ്, ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയാലും ദൈവം നമ്മളെ സൂക്ഷിക്കും. ഏത് അവസ്ഥയുടെ നടന്നാലും ദൈവം ഏതെല്ലാം രീതിയിൽ നമ്മൾ യാത്ര ചെയ്താലും എങ്ങനെയൊക്കെ പോയാലും ദൈവത്തിൻ്റെ കൃപ നമ്മളെ ചുറ്റിയിരിക്കും. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ആയിരിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? അതാണ് പൗലോസ് പറഞ്ഞത്, നിന്റെ കൃപ എനിക്ക് മതി. അതാ സക്കറിയാവിന്റെ വീട്ടിലേക്ക് എലിസബത്ത് എത്തി. എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോ അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധ നിറഞ്ഞവളായി. പിടിച്ചെടുത്ത പ്രാപിച്ചോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുവരെ പരിശുദ്ധാത്മാവ് ചലിക്കാതിരുന്ന എലിസബത്തിന്റെ ഉദരത്തിനകത്ത് ഇതാ കൃപ ലഭിച്ചവൾ ദൈവത്തിന് കൃപ പ്രാപിച്ചിട്ട് അടുത്ത കൃപ അങ്ങോട്ട് കൊടുക്കുകയാണ്. ആമേൻ. നോക്കിക്കൊള്ളണം. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോ അവളുടെ ഗർഭത്തിൽ പിള്ള തുള്ളി. ഹല്ലേലൂയ. ഇവിടെ പിള്ള തുള്ളണമെങ്കിൽ വന്ദനം ചെന്ന് ചെവിക്കകത്താ. ഞാൻ പറയാ, ഇന്ന് ചെവിക്കകത്തല്ല വന്ന് വീണത്, അകത്ത് ഉദരത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റിബന ശംദന ബൗഡവ രാജപദീന രഗനെ വൈഡോചര അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ഉദരത്തിനകത്ത് ഒരു ദൈവ പ്രവൃത്തി സംഭവിക്കാൻ പോകുന്നുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില വിടുതലുകൾ ആത്മാവിന്റെ വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ ഞാൻ വീണ്ടും അവളുടെ ഗർഭത്തിൽ പിള്ള തുള്ളി. ഞാൻ ചോദിക്കട്ടെ, രണ്ട് ദൂതും ഒരുമിച്ച് വന്നാൽ, രണ്ടുപേരും അഭിഷേകം ഉള്ളവരും ഒരുമിച്ച് നിന്നാൽ ആമേ തുള്ളാൻ പോവുകയാണ്. ഓഹോ, രക്തം ചെയ്യാൻ മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. അഭിഷേകം ഉള്ളവന്റെ കൂടെ നിൽക്കണം. അഭിഷേകമുള്ള കൂട്ടത്തിൽ നിൽക്കണം. അഭിഷേകമുള്ള സഭയിലിരിക്കണം. പ്രാപിച്ച അഭിഷേകമില്ലാത്ത സഭയിൽ നിന്നിട്ട് കാര്യമില്ല. അഭിഷേകമുള്ള സഭയില് നീ നിൽക്കുമെങ്കിൽ നിന്റെ ദൈവ പ്രവൃത്തി സംഭവിക്കാൻ പോവുകയാണ്. പ്രാപിച്ച ആത്മാർത്ഥമായി പ്രാപിരെ. എടാ, ഇവിടെ പുറത്തല്ല വിടുതൽ, അകത്താ വിടുതൽ സംഭവിക്കാൻ പോകുന്നത്. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അഭിഷേകമില്ലാത്ത ഒരു വ്യക്തി ഗർഭിണിയായിട്ട് പോലും 9 മാസമായാലും 8 മാസമായാലും പിള്ള അനക്കമില്ല കിടക്കുന്ന ഒരുപാടുണ്ട്. 8 മാസമായിട്ടും ഇവിടെ 6 മാസമായപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിനകത്ത് വെച്ച് പരിശുദ്ധാത്മ പ്രാപിച്ചു. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ട് പുറത്തു വന്നിട്ട് എത്ര മാസമായി, എത്ര വർഷമായി?
ഇവിടെ അമ്മയുടെ ഉദരത്തിനകത്ത് 6 മാസത്തിനകത്ത് വെച്ച് കുഞ്ഞ് അഭിഷേകം പ്രാപിച്ചു. ഇവിടെ പുറത്തുനിന്ന് സ്നാനപ്പെട്ട് യേശുവിനെ അറിഞ്ഞ് മാനസാന്തരപ്പെട്ട് വന്നിട്ട് എത്ര വർഷമായി? അഭിഷേകം പ്രാപിച്ചോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാപിക്കണമെങ്കിൽ ഇന്ന് അകത്തുനിന്ന് പ്രാപിക്കണം, അകത്ത് പ്രാപിക്കണം. പുറത്ത് പ്രാപിക്കണം, പുറത്ത് പ്രാപിച്ചോളണം. ആമേ. വൈകിട്ടില്ല, സമയം വൈകിട്ടില്ല. എനിക്ക് ഇന്നലെ വരെ അത് അഭിഷേകം കിട്ടിയിട്ടില്ല. ഇന്ന് നിങ്ങൾ ദാഹത്തോട് കേൾക്കുമ്പോ, ഇന്ന് നിങ്ങളെ കുറ്റപ്പെടുന്നതല്ല, ഇത് കേൾക്കുമ്പോ എനിക്കൊരു അഭിഷേകം വേണം കർത്താവേ, ഇന്ന് ആഗ്രഹിക്കേ. നിങ്ങൾ നിസ്സാരക്കാരനായിട്ട് ഇരിക്കരുത്. ദൈവത്തിന്റെ മുമ്പിൽ നിസ്സാരമായി ദൈവം വരേണ്ട സമയത്ത് വരും, പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കുക, പ്രാപിക്കേണ്ട സമയത്ത് നിങ്ങൾ പ്രാപിക്കണം. നമ്മൾ അലസ്യമായി ഇരുന്ന് കഴിഞ്ഞാൽ അത് എങ്ങോട്ടെങ്കിലും അത് പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ മറിയയുടെ വന്ദന എലിസബത്ത് കേട്ടപ്പോ പിള്ള അകത്ത് തുള്ളിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ മഹത്വം ഇന്ന് പുറത്ത് മാത്രമല്ല, നിന്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ചലിക്കുന്നുണ്ട്. ഒറ്റ വാക്കിന് വിടുതൽ സംഭവിക്കുന്നുണ്ട്, ഒരു വാക്കിന് മേൽ വിടുതൽ സംഭവിക്കുന്നുണ്ട്. മറിയ എലിസബത്തിനെ കണ്ട് വന്ദനം പറഞ്ഞപ്പോ അവിടെ കീബോർഡും ഇല്ല, ട്രംപും ഇല്ല, ചെണ്ടയും ഒന്നുമില്ലായിരുന്നു. ഇവിടെ കീബോർഡ് അടിച്ചാലേ കൈയടിക്കുള്ളൂ. പാസ്റ്റർ ഹല്ലേലൂയ പറഞ്ഞാലേ ഹല്ലേലൂയ പറയൂ. അഭിഷേകം ഉള്ളവന്റെ വാക്ക്, ഓ നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തി ഒരു കൃപ ലഭിച്ച വ്യക്തിയാണ്. നിന്റെ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ വാക്കിന് നീ പിടിച്ചത്. ആമേൻ, ആമേൻ, ആമേൻ. അടുത്ത് വരുമ്പോ അറിയാ ഈ വ്യക്തി സാധാരണ വ്യക്തിയല്ല. നിന്റെ അടുത്ത് വരുന്ന സാധാരണ വ്യക്തിയല്ല, ഇത് അസാധാരണമായ ഒരു വ്യക്തിയാണ്. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ചലിക്കുന്നുണ്ടെങ്കിൽ, ഒരു ദൈവ സാന്നിധ്യം ചലിക്കുന്നുണ്ടെങ്കിൽ ഇത് ദൈവത്തിന്റെ കൃപയാ, കൃപയാ, കൃപയാ. ഒരു ആത്മമണ്ഡലം ചലിക്കുന്നുണ്ടെങ്കിൽ, ഇതിനകത്ത് ദൈവ സാന്നിധ്യം ചലിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ചില കെട്ടുകൾ പൊട്ടുകയാണ്. ഉദരത്തിനകത്തുള്ള ചില ബന്ധനങ്ങൾ, ഓ പിശാച് അവകാശം പറഞ്ഞിരിക്കുന്ന ഓ ബന്ധന കെട്ടുകളെ യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. ചില ഉദരത്തിന്റെ കെട്ടുകളെ, ഉദരത്തിനകത്തെ കെട്ടുകളെ, ചില രോഗത്തിന്റെ കെട്ടുകളെ, ഓ ചില ശാപത്തിന്റെ കെട്ടുകളെ, ചില പാപത്തിന്റെ കെട്ടുകളെ യേശുവിന്റെ നാമത്തില് പൊട്ടിമാറട്ടെ. സൗഖ്യപ്പെട്, സൗഖ്യപ്പെട്, ഇന്ന് സൗഖ്യപ്പെട്. തലമുറ മാത്രമല്ല, നിന്റെ ഉദര രോഗത്താൽ ഓ രോഗത്തിന്റെ കെട്ടുകളെ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഓ ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ശാബാരകമാന വൈഡമാന ധനമന ശംദര ബൗഡബ രാജവദീന വൈഷവ രാജവദീന. രഗനെ നിങ്ങളുടെ ഉദരത്തിനകത്ത് ദൈവത്തിന്റെ ആത്മ പറയുന്നു, പരിശുദ്ധാത്മ ഒരു ആലോചന പറയാൻ പറയുന്നു. നിങ്ങളെ ഉദര ശുദ്ധമാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളെ ഉദരം അകത്ത് കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ, പാവങ്ങൾ, അശുദ്ധി, എന്താ ഓ അകത്ത് എല്ലാ മാലിന്യങ്ങളും യേശുവിന്റെ നാമത്തിൽ പുറത്തു പോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ വചനം അഭിഷേകം ഉള്ളവൻ നിന്റെ അടുത്തുനിന്ന് പറയുമ്പോ തന്നെ അകത്തിരിക്കൂല, ചാടിപ്പോകും. അകത്തിരിക്കൂല. എത്ര കൈവശം ഉണ്ടെങ്കിലും, എത്ര അഭിചാര ശക്തികൾ വ്യാപരിക്കെങ്കിലും അകത്തിരിക്കത്തില്ല. ഒരു അഭിഷേക ശക്തി നിന്റെ അടുക്കൽ വരുമ്പോ, ഓ ദൈവ ശക്തി ജനിക്കുമ്പോ അതിനകത്ത് പിശാചിന്റെ പദ്ധതികളെ യേശുവിന്റെ നാമത്തിൽ അഴിയാണ്, അഴിയാണ്, അഴിയാണ്. ഓ സംഭവിക്കട്ടെ. ദൈവസഭയ്ക്ക് വിരോധമായി നിൽക്കുന്ന അഭിചാര കെട്ടുകളെ യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. പല രോഗിയാക്കുന്ന, രോഗിയാക്കുന്ന, നിന്നെ രോഗിയാക്കുന്ന, രോഗിയാക്കുന്ന പൈശാച കെട്ടുകളെ ആത്മാർത്ഥമായി ആരംഭിച്ചോ. ചില വിടുതൽ സംഭവിക്കുന്നുണ്ട്. പ്രശ്നമുള്ളവരോട് ദൈവം പറയുന്നു, നിങ്ങൾ മെഡിസിന് മാറി മാറി കഴിച്ചു, സോഡ കുടിച്ചു കുടിച്ചു മടുത്തു, ഇഞ്ചി ഇടിച്ചു പിഴിഞ്ഞു കുടിച്ചിട്ട് മടുത്തു, പിന്നെ ഗ്യാസിന്റെ ഗുളിക കഴിച്ചു കഴിച്ചു മടുത്തു. ഒരു മെഡിസിനും ഏൽക്കുന്നില്ല, ഒരു മെഡിസിനും ഏൽക്കുന്നില്ല.
എന്നാൽ വചനമെന്ന മെഡിസിൻ, വചനമെന്ന മെഡിസിൻ, ഓ വചനത്തിന്റെ മെഡിസിൻ ചെവിക്കകത്ത് ഇറങ്ങിയപ്പോ അകത്താ വിടുതൽ ഇറങ്ങിയത്. ചെവിക്കകത്തൂടെ പ്രാപിച്ചത് നിന്റെ ഉദരത്തിന്റെ കെട്ടിനെ പൊട്ടിക്കുവാനാ. ചില വയറൊക്കെ ചലിക്കാതെ എത്ര കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഇങ്ങനെ വീത്തിരിക്കും. ഞാൻ പറയട്ടെ, അത് രോഗമല്ല. ചിലത് രോഗമല്ല, ചിലത് രോഗമല്ല, അത് ചില അശുദ്ധാത്മാവിന്റെ പോരാ. രോഗത്തിന് ട്രീറ്റ്മെന്റ് ചെയ്യാം, രോഗത്തിന് മരുന്ന് കഴിക്കണം. ഞങ്ങൾ ആരും രോഗത്തിന് മരുന്ന് കഴിക്കണം പറയില്ല. രോഗം വന്നാൽ മരുന്ന് കഴിക്കണം. ചില അശുദ്ധാത്മാവ് കയറിയിരുന്നാൽ എത്ര മരുന്ന് കഴിച്ചാലും പോകത്തില്ല. എത്ര അലോപ്പതിയും അല്ലാതെ ഇംഗ്ലീഷ് മരുന്നോ ആയുർവേദമോ മാറി മാറി എത്ര കഴിച്ചാലും നമ്മൾ രോഗിയാകുന്ന അല്ലാതെ വിടുതലില്ല. പക്ഷെ വചനത്താൽ വിടുതലെടുക്കാത്ത വിഷയം ഒന്നുമില്ല. അതാ പറഞ്ഞത്, ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. നീ ഇന്നലെ വരെയും ഭാരപ്പെട്ട് ഇതിനകത്ത് കരഞ്ഞും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, നീ ഇന്നലെ വരെ കരഞ്ഞ് ഇന്ന് രാവിലെ അപ്പാ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്റെ വയറ് ഭയങ്കര കുഴപ്പക്കാരനാണല്ലോ എന്ന് പറഞ്ഞ് പേടിക്കുന്നുണ്ടെങ്കിൽ ആ ഭയപ്പാടിന് യേശു മാറ്റിയാണ്. ഇന്ന് പലവരും വയറുവേദന പ്രശ്നം വന്ന് പല രോഗങ്ങളാൽ ഭാരപ്പെടുമ്പോ, കാരണം ഇതിനകത്ത് വന്നൊരു വിടുതൽ എന്ന് പറയുമ്പോ, മറിയയുടെ വന്ദന എലിസബത്ത് കേട്ടപ്പോ അവിടെ ഗർഭത്തിൽ പിള്ളത്തുള്ളി. ഇന്ന് പല സഹോദരിമാരുടെ യൂട്രസിനും ഗർഭപാത്രത്തിനും കേടുപാട് വരുത്തിക്കൊണ്ടിരിക്കുമ്പോ, പലരുടെ പ്രശ്നങ്ങൾ വലിയ പ്രശ്നമാകുമ്പോ ചില വിടുതലുകളെ പ്രഖ്യാപിക്കുകയാണ്. നിന്റെ ഗർഭപാത്രത്തിനകത്ത് ദൈവ പ്രവൃത്തി വെളിപ്പെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അകത്ത് എന്തിറങ്ങണം? ഏത് മെഡിസിനാ ഇറങ്ങേണ്ടത്? വചനം എന്ന മെഡിസിൻ അകത്ത് നീ ഇറക്കണം. നീ അത് വിശ്വാസത്തോടെ എടുത്ത് പ്രാപിക്കുമെങ്കിൽ, അത് യേശുവിന്റെ വചനം കേൾക്കുമ്പോ നിന്റെ ഹൃദയം സ്വീകരിച്ച് ഉദരത്തിനകത്ത് കൊടുക്കണം. ഹല്ലേലൂയ. എന്നുവെച്ചാൽ എലിസബത്ത് ദാഹത്തോടെ ഇരുന്നു. എലിസബത്ത് എന്തായിരുന്നു? ദാഹത്തോടെ ഇരുന്നു. ദാഹത്തോടെ ഇരുന്നപ്പോ അടുത്ത ദാഹം തീർക്കുവാൻ, ശ്രദ്ധിച്ച് കേട്ടോളണം, ഒരു വ്യക്തി ദാഹത്തോടെ ഇരുന്നപ്പോ ദൈവം ആ വ്യക്തിയുടെ ദാഹം തീർക്കുവാൻ അവളെ കുടുംബത്തിനകത്ത് തന്നെ ബന്ധുവായ ചർച്ചക്കാരൻ മറിയെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഒരു മറിയെ തെരഞ്ഞെടുത്തു. ഒരു വ്യക്തി ദാഹത്തോടെ കാത്തിരുന്നപ്പോൾ അടുത്ത വ്യക്തി അത് കൊണ്ടുവരികയാണ്. ആ ദാഹത്തീർക്കം കൊണ്ടുവരികയാണ്. ഇന്ന് ഞാൻ വിളിച്ചു പറയുകയാണ്, ഇന്ന് മറ്റാരുമല്ല ദാഹത്തീർക്കാൻ വരുന്നത്, അത് നസറേനായ യേശുവാണ്. അന്ന് മറിയാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വിളിച്ചു പറയും, നിന്റെ അടുത്ത് വരുന്ന യേശു അപ്പച്ചനാണ്, വേറെ ആരുമല്ല വരുന്നത്. സ്വർഗത്തിലെ അപ്പൻ നിന്റെ അടുത്ത് നേരിട്ട് വരൂ. നിന്നെ സൗഖ്യമാക്കുന്നവൻ ഇങ്ങനെ പറയും, ഞാനാകുന്നവൻ ഞാനാകുന്നു. എന്നിൽ കഴിയാത്ത വല്ല കാര്യം ഉണ്ടോ? നിന്നെ മറ്റുള്ളവർ നോക്കിയൊക്കെ പറയും, എടോ നിനക്കൊക്കെ 10-80 വയസ്സായില്ലേ, ഇനിയെങ്കിലും വീട്ടിൽ ഇരുന്നൂടെ? ഈ പറയുന്നവർ കൊണ്ടുതരുമോ? ഹല്ലേലൂയ. ദൈവത്തിന് പ്രായം ഒരു വിഷയമല്ല. ഹല്ലേലൂയ. ഇന്ന് പ്രായമുള്ളവരെയൊക്കെ മാറ്റിയിടുമ്പോ, ഹല്ലേലൂയ, മനുഷ്യര് തലയിൽ കൈവയ്ക്കുമ്പോ ദൈവം നിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. മറ്റുള്ളവരെ കണ്ട് തലയിൽ വിളിക്കുമ്പോ ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന്. ദൈവത്തിന് പ്രായമോ ചെറുപ്പക്കാരിയോ വ്യത്യാസമല്ല. ഇതിനകത്തുള്ള 2 വിടുതലാണ് സംഭവിക്കുന്നത്. എന്നാൽ 42-ാമത്തെ വാക്യത്തിൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. ബൈബിൾ എന്താ വിളിച്ചു പറയുന്നത്? അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു.
ഒരനുഗ്രഹം കിട്ടുമ്പോ ഉച്ചത്തിൽ കൃപ പ്രാപിക്കുന്ന ഉച്ചത്തിൽ അത് മനസ്സിനകത്ത് വെച്ചുകൊണ്ട് നടക്കാനല്ല, ഹൃദയത്തിനകത്ത് വെച്ചുകൊണ്ട് നടക്കാനല്ല, പറയേണ്ട സ്ഥലത്ത് നീ ഉച്ചത്തിൽ നിലവിളിച്ച് പറയണം. ആമേൻ. നീ ഉച്ചത്തിൽ നിലവിളിച്ച് പറയുവാൻ ദൈവം നിന്നെ രഹസ്യത്തിൽ സൃഷ്ടിച്ചെങ്കിൽ പരസ്യത്തിൽ കൊണ്ടുവരും. കാര്യം എന്റെ ദൈവം പരസ്യമായൊരു ദൈവമാണ്. നിങ്ങൾക്ക് അത്ഭുതം നടക്കാത്ത കാര്യം എന്താണ്? എന്റെ വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞാൽ എന്നെ ബന്ധിക്കോസ് എന്ന് കളിയാക്കും. എനിക്ക് അനുഗ്രഹം വേണം, അത്ഭുതം വേണം, പരസ്യത്തിൽ പറയാൻ വയ്യ. ഹല്ലേലൂയ. നീ എങ്ങനെ ദൈവത്തിനെ ഒതുക്കാൻ നോക്കുമ്പോ ദൈവം നിന്നെ ഒതുക്കും. ഹല്ലേലൂയ. ഒതുങ്ങി പോകരുത്, ഒതുങ്ങി പോകരുത്. കൃപ ലഭിച്ചവൾ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഉച്ചത്തിലാ വിളിച്ചു പറഞ്ഞത്. പറഞ്ഞ എനിക്കൊരു വിടുതൽ തന്നാൽ ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയും. പക്ഷെ ദൈവത്തിന്റെ സമയമാകുമ്പോ നടന്നിരിക്കും. ആമേ. മറിയ വന്നിരിക്കും, മറിയ വന്നിരിക്കും, എലിസബത്ത് ആമേ പറഞ്ഞിരിക്കും. മറിയ വന്നിരിക്കും, എലിസബത്ത് ആമേ പറഞ്ഞിരിക്കും. പിള്ള തുള്ളിയിരിക്കും. വചനത്തിന്റെ ആത്മമണ്ഡല നമുക്ക് വേണ്ടി തുറക്കുമ്പോ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. ഞാൻ സാധാരണ രീതിയിൽ പ്രസംഗിച്ചാൽ ഈ തുള്ളുമ്പോ ഒന്ന് പറയുകയാണ്, സാധാരണ രീതിയിൽ ഒരു സിമ്പിളായിട്ട് പറയുകയാണ്. മറിയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള തുള്ളി. എലിസബത്ത് പരിശുദ്ധം നിറഞ്ഞു. ഭാഷണം തുള്ളക്കമില്ല, വിശ്വാസിയേക്കും തുള്ളലില്ല. കണ്ടുകൊണ്ടിരിക്കുന്ന അഭിഷേകമുള്ളവർ പറയും, ഇത് എന്തൊരു തുള്ളക്കമാണ്. വായിക്കുമ്പോഴേക്കും തുള്ളലില്ല, കേൾക്കുന്നവർക്കും തുള്ളായി. നമുക്ക് ഈ തീ ഇറങ്ങുമ്പോഴേ ഈ തുള്ളെന്ന് പറയുമ്പോൾ അകത്തൊരു ചങ്ക് പിടയ്ക്കുകയാണ്. അഭിഷേകമുള്ള ഞങ്ങൾക്ക് ചങ്ക് പിടയ്ക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിനകത്ത് ഒരു അഭിഷേകം ഉണ്ടെങ്കിൽ അത് ചലിക്കും, ആർക്കും തടയാൻ പറ്റത്തില്ല. അതാ പറയുന്നു 43-ാമത്തെ വാക്യം, എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? ഹല്ലേലൂയ. കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? അടുത്ത് പറയുന്നു, നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിൽ വീണപ്പോ എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. നിന്റെ വന്ദന സ്വരം എന്നുവെച്ചാൽ മറിയയുടെ വന്ദന സ്വരം എവിടെയാ വീണത്? ചെവിയിലാണ് വീണത്. ഇന്ന് ചെവിയിൽ വീണപ്പോൾ ആമ എവിടെയാ ദൈവപ്രവൃത്തി വ്യാപരിച്ചത്? ഉദരത്തിനകത്താണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇവിടെ നിങ്ങൾ ആരാധിക്കുമ്പോ നിങ്ങളെ തലമുറകൾ ഭവനത്തിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് ഉദരത്തിനകത്ത് മാത്രമല്ല, നിന്റെ ഭവനത്തിനകത്തും ദൈവം തൊടും. അയ്യോ, അഭിഷേകം ചലിക്കണം. ആമേ, അകത്ത് വന്ന് ചലിക്കണം. ആമേ, ആമേ, ആമേ. മറിയയുടെ വന്ദനസ്വരം കേട്ടപ്പോ ആമേ, ഇത് അകത്ത് മാത്രം, പുറത്ത് മാത്രമല്ല, അകത്ത് ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി. ആമേൻ, ആമേ. നിന്റെ മജ്ജകളിൽ ഞാടി ഞരമ്പിനകത്ത് ഇറങ്ങണം. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോ നിന്റെ ബുദ്ധിമണ്ഡലം അപ്പുറമായി ഒരു ദൈവ സാന്നിധ്യം ചലിക്കണം. മനസ്സിലായോ? ഹല്ലേലൂയ. ഇത് ചെവി കൂടെ ഇങ്ങനെ കേട്ട് 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 നമ്മളാണെങ്കിൽ ഒരു ചെവിയുടെ കേട്ട് 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 ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ കൊണ്ട് കളഞ്ഞിട്ട് അങ്ങ് പോകും. പിന്നെ ഒരാഴ്ച വേദനയാണ്. ഇതങ്ങനെയല്ല. എലിസബത്ത് എന്താ ചെയ്തെന്ന് പറഞ്ഞു? ഒരു ചെവിയുടെ കേട്ടിട്ട് ആമേ ഇടത്തേക്ക് ചെവിയുടെ കേട്ടിട്ട് വലത്തേ ചെവിയുടെ കളഞ്ഞില്ല. ഇടത്തേ ചെവിയുടെ കേട്ടിട്ട് വലത്തേ ചെവി ആമേൻ പറഞ്ഞു. ഇടത്തേ ചെവി കേട്ടപ്പോ വലത്തേ ചെവി ആമേൻ പറഞ്ഞു. ഉറങ്ങരുത്, ആമേൻ പറഞ്ഞോളണം. ഇത് പറഞ്ഞിട്ട് അടുത്ത് കൊടുത്തില്ല. പയ്യ പതുക്കെ സാവകാശത്തിൽ മെല്ലെ 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 ഇത് ഇറങ്ങാൻ തുടങ്ങി. ഇത് ഇറങ്ങി തലയപ്പോ ഉച്ചം തല മുതൽ നിന്റെ ഉച്ചം തല മുതൽ വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. ഇത് ഉച്ചതൽ ആത്മാവിനുള്ളത് പ്രാപിച്ചോ? ആത്മാവിന് കൃപയുള്ളത് പ്രാപിച്ചോ? മനസ്സിലായോ? ഇടത്തെ ചെവിയില് മറിയയുടെ വന്ദനം കേട്ടപ്പോൾ വലത്തെ ചെവി എന്ത് പറഞ്ഞു? ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. ഈ ആമേൻ പറഞ്ഞിട്ട് അവിടെ നിർത്തിയില്ല, അവിടെ തീർന്നില്ല. അടുത്ത് ഞാൻ കൊണ്ടുപോവുകയാണ്. ഇത് എടുത്ത് നേരെ അന്നദാനത്തിലോട്ട് പോയി.
പ്രൈസ് ദി ലോർഡ്. എവിടെയാ വന്ന് വീഴുന്നത്? നിന്റെ തലയിലാ, ബുദ്ധിയിലാ വന്ന് വീഴുന്നത്. ഇന്ന് വചനം ബുദ്ധിമണ്ഡലത്തിൽ കേൾക്കുമ്പോ നിന്റെ ബുദ്ധിമണ്ഡലത്തിലെ വിടുതൽ സംഭവിക്കണം. പലരെ ബുദ്ധിമണ്ഡലം കെട്ടിവെച്ചിരിക്കുകയാണ്. വചനം കേട്ടാലും ഇന്ന് വചനത്തിനുമേ കെട്ട് പൊട്ടണം. ചില ബുദ്ധിമണ്ഡലത്തിന് വിരോധമായി വ്യാപരിക്കുന്ന ദുഷ്ട പിശാചിന്റെ കെട്ടുകളെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ഭർഷിച്ച് മാറ്റുകയാണ്. ചില ബുദ്ധിമണ്ഡല കെട്ടുകൾ പൊട്ടണം. നിങ്ങളെ പൊട്ടന്മാരാക്കി കളഞ്ഞു, ചിലതിനെയൊക്കെ ചില പൊട്ടികളാക്കി കളഞ്ഞു. കാരണം എന്തിനുമോ, നിങ്ങൾ അറിയാതെയും അറിഞ്ഞും എവിടേക്കോ ചെന്ന് ഇരുന്നത് തിന്നതൊക്കെ നിങ്ങളെ പൊട്ടനും പൊട്ടിയാക്കി കളഞ്ഞു. അതിന്റെ മേൽ വിടുതൽ സംഭവിക്കണം. അതിന്റെ മേൽ വിടുതൽ സംഭവിക്കണം. ഈ വചനം കേട്ടു നോക്കിക്കൊള്ളാം. വചനം എവിടെന്നാ? ചെവിയുടെ കേട്ടിട്ട് അന്നനാളത്തിലൂടെ ഇറങ്ങി. അന്നനാളത്തിൽ ഇറങ്ങിയിട്ട് എവിടെ വന്നു? ഹൃദയത്തിനകത്തോട്ട് ഇറങ്ങുകയാണ്. എലിസബത്തിന്റെ ഹൃദയത്തിനകത്തോട്ട് ഇറങ്ങി. ഇറങ്ങിയിട്ട് അവൾ ആമാശയത്തിലോട്ട് ഇറങ്ങി. ഞാൻ എലിസബത്തോട് പറയാ, എലിസബത്ത് ഇപ്പൊ എന്തുകൊണ്ട് അഭിഷേകം? അവളുടെ ചെവി മാത്രമല്ല അഭിഷേകം പ്രാപിക്കുന്നത്, അവളുടെ ഹൃദയത്തിനകത്ത് അഭിഷേകം പ്രാപിക്കുകയാണ്. എന്നാൽ ഉദരത്തിനകത്ത്, ഗർഭത്തിനകത്ത് അതിനകത്ത് ഉണ്ടെന്ന്. അവളുടെ ഗർഭപാത്രം മാത്രമല്ല, ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ഈ കുഞ്ഞിലോട്ട് അഭിഷേകം ഇറങ്ങാൻ പോവുകയാണ്. ഇത് കേട്ടപ്പോൾ, ഈ വന്ദനം കേട്ടപ്പോൾ പിള്ള അടങ്ങിയിരുന്നോ? പിള്ളയോട് ആരെങ്കിലും തുള്ളാൻ പറഞ്ഞോ? നിങ്ങളാണെങ്കിൽ പറയും, മാന്യ മര്യാദയ്ക്ക് പള്ളിയിൽ ഒന്ന് ആരാധിച്ചിട്ട് പോകണം, വചനം കേൾക്കണം, മിണ്ടാ പോകണം. നമ്മളൊന്നും പൂജിക്കാൻ വന്നതല്ല, പൂജ കാണാനും വന്നവരല്ല, നമ്മൾ പൂജ ചെയ്യാനും വന്നതല്ല, പ്രാപിക്കാൻ വന്നവരാ. ഈ വാക്യം എഴുതി എടുത്തോളണം. ആലയത്തിൽ വന്നാൽ തുള്ളണം. എങ്ങനെ തുള്ളണം? ആത്മാവിലും സാധ്യത്തിലും തുള്ളണം. അഭിഷേകം വന്ന് വീഴുന്നപ്പോ നമുക്കാണെങ്കിൽ കുറച്ചില്. ആരെയും നോക്കിയില്ല. ഉദരത്തിനകത്ത് പിള്ളയ്ക്കകത്ത് അഭിഷേകം ഇറങ്ങിയപ്പോ പിള്ള പരിസരം നോക്കിയാ? ഇവിടെ ആരെങ്കിലും നോക്കിയോ? അവൻ അങ്ങോട്ട് തുള്ളാൻ തുടങ്ങി. ഹല്ലേലൂയ, ആമേൻ. ഇതാ ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ വന്ന് വീഴുമ്പോൾ നിന്റെ ശരീരം മാത്രമല്ല തുള്ളുന്നത്, ശരീരത്തിനകത്ത് കിടക്കുന്ന, ഉദരത്തിനകത്ത് കിടക്കുന്ന കുഞ്ഞും തുള്ളി. ഹല്ലേലൂയ. ഇന്ന് പലരും ആത്മാവിനെ കുറ്റം പറയുന്നോട് പറയാ. ഇന്ന് പലരും അറിഞ്ഞു വെച്ച് തുള്ളുന്നവരുണ്ട്. കൈയടിക്കാൻ വരട്ടെ, ഒരു മിനിറ്റ്. ചിലർ അറിഞ്ഞു വെച്ച് തുള്ളുന്നവരുണ്ട്. അത് അടിയിലെ കുറവാ. ഈ തുണി പെയ്യാനും അറിയാൻ പറ്റത്തില്ല. തുള്ളലൊക്കെ തിരിച്ചറിയാം. സാധാ തുള്ളലുണ്ട്, കള്ളത്തുള്ളൽ, നല്ല തുള്ളലുണ്ട്. പക്ഷെ അഭിഷേകത്തിന്റെ തുള്ളൽ വേറെയാ. പരിജ്ഞാനം പ്രാപിക്കണം. മനസ്സിലാവുന്ന? സ്വയം അറിഞ്ഞ് ചെയ്യുന്നതുകൊണ്ട്, അല്ലാത്തതുകൊണ്ട്. ആത്മാവിൽ നിറയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറയുമ്പോ ചലിക്കാൻ തുടങ്ങും. അഭിഷേകം കുഞ്ഞിന്റെ മേൽ 6 മാസമായ കുഞ്ഞിന്റെ മേൽ ചലിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഇത്രയും പ്രായമായില്ലയോ, ഇനിയെങ്കിലും തുള്ളിയോ? ഞാൻ അപ്പച്ചനോട് ചോദിക്കണം, അപ്പച്ച ഇത്രയും പ്രായമായില്ലേ, ഒരു ദിവസം തുള്ളിയോ? അപ്പച്ചൻ പറയും, മോനെ ഞാൻ തുള്ളിയിട്ടുണ്ട്, എല്ലാം എൻ്റെ ഭാര്യയുടെയും മക്കളെ മുമ്പില്ല. ശരി, അമ്മച്ചിയെ വിളിക്കുകയാണ്. അമ്മച്ചി ഒരു ദിവസങ്ങൾ തുള്ളിയിട്ടുണ്ടോ? മോനെ ഞാൻ തുള്ളിയിട്ടുണ്ട്. കടക്കാർ വരുമ്പോഴും നാട്ടുകാർ വരുമ്പോഴും അപ്പച്ചൻ ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് കലിപ്പാണ്. അഭിഷേകം പ്രാപിച്ചവരോടല്ല, പ്രാപിക്കാത്തോട് പറയാ. പക്ഷെ അഭിഷേകം പ്രാപിച്ച അപ്പച്ചനും അമ്മച്ചിയും ഒരുമിച്ച് നിൽക്കുമെങ്കിൽ ദൈവപ്രവൃത്തി അതിനകത്ത് മാത്രമല്ല, നിന്റെ ഭവനത്തിനകത്ത് മാത്രമല്ല, നിന്റെ ഗ്രാമത്തിൽ ചലിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ വചനം ആഴത്തിലോട്ട് പിടിച്ചെടുത്തോളണം. ഇത് ഗ്രഹിക്കണം, ആഴത്തിലോട്ട് ഗ്രഹിക്കണം. അല്ലെങ്കിൽ നിസ്സാരമായിട്ട് ഇന്നത്തെ വചനം നിസ്സാരമായിട്ട് കാണരുത്. ആത്മാവിൽ നിറയണം. എവിടെ നിറയണം? ആത്മാവിൽ നിറയണം. ഈ ആത്മാവിൽ നിറയുമ്പോൾ രോഗത്തിന്റെ കെട്ടുകൾ പൊട്ടും.
അതിന് ഒരു മാറ്റവുമില്ല. നിങ്ങളെ ഉദരത്തിനകത്തെ അവകാശം പറഞ്ഞു വെച്ച് ഇന്നലെ വരെ അവകാശം പറഞ്ഞ് രോഗം പറഞ്ഞ് അവകാശം പറഞ്ഞ് മുദ്രയിട്ട കെട്ടുകള്, സാത്താൻ പറഞ്ഞ അവകാശമായ എല്ലാ കെട്ടുകളെയും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ, പൊട്ടി മാറട്ടെ. അഭിഷേകത്തെ ആരാധിക്കുമ്പോ ഒരു രോഗവും കാണത്തില്ല. മനസ്സിലാവുന്നല്ലോ? അകത്ത് തുള്ളിക്കഴിഞ്ഞാൽ, അകത്ത് അഭിഷേകം ഇറങ്ങുമ്പോ നിന്റെ ശരീരം മുഴുവനും വിടുതലാവണം. നിന്റെ ഉച്ചതല ഉള്ളം കാലുവരെയും പരിശുദ്ധാത്മാവിൽ നിറയണം. പിള്ളവിടെ തുള്ളാൻ കാരണം ചുമ്മാ തുള്ളിയതല്ല, അഭിഷേകത്താൽ തുള്ളിയതാണ്. ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. നോക്കിക്കോണം, വെറുതെ അല്ല തുള്ളിയത്, സന്തോഷം കൊണ്ടാണ് തുള്ളിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തുകൊണ്ട് ആനന്ദിച്ചത്? സന്തോഷം കൊണ്ടാണ് പിള്ള തുള്ളിയത്. എങ്ങനെ മനസ്സിലായി? പിള്ള സന്തോഷം കൊണ്ടാണ് തുള്ളണമെന്ന് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? അകത്ത് ആനന്ദം വരുമ്പോ അമ്മയ്ക്ക് അറിയാം ഇത് ദൈവത്തിന്റെ ആത്മാവാണ് വരുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ആരാധിക്കുമ്പോൾ സന്തോഷത്തോടെ ആരാധിക്കുന്നതാണോ അല്ല പാസ്റ്റർ മുഖം നോക്കി ആരാധിക്കുന്നത്? നല്ലപോലെ ഇവിടെ നിൽക്കുന്നവർക്ക് അറിയാം. മനസ്സിലാവുന്നുണ്ടോ? പാസ്റ്ററിന്റെ മുഖം നോക്കി ആരാധിക്കുന്നതും അല്ലാതും വ്യക്തമായിട്ട് ആർക്കറിയാം? കൃത്യമായിട്ട് ആരാധിക്കുന്നവർക്ക് അറിയാം. ഇതാ നോക്കിയോ, വചനം പറയുന്നു, ആനന്ദം കൊണ്ട് പിള്ള തുള്ളി. കർത്താവ് തന്നോടുകൂടി അരുളി ചെയ്ത നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇതാ നോക്കിക്കോളണം, മറിയം നീ കർത്താവിന്റെ വാക്ക് കേട്ട് അരുളി ചെയ്തു, ഇത് വിശ്വസിച്ചവൾ എന്താണ്? ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, ആമേ, ഇതാ പറഞ്ഞു, എലിസബത്ത് പറഞ്ഞു, നീ ദൈവത്തിന്റെ വാക്ക് കേട്ട് വിശ്വസിച്ചു. ഇവിടെ എന്റെ വാക്ക് കേൾക്കാത്ത എന്റെ ഭർത്താവുണ്ട്. എലിസബത്ത് മറിയോട് പറഞ്ഞു, നീ ദൈവത്തിന്റെ വാക്ക് കേട്ട് വിശ്വസിച്ചുകൊണ്ട് ഭാഗ്യവതി. മറിയ അല്ല, എലിസബത്ത് മറിയോട് പറഞ്ഞപ്പോ എലിസബത്ത് പറയും, എന്റെ ഭർത്താവാണെങ്കിൽ ഒരാളുണ്ട്, നേരിട്ട് വന്ന് ദൈവം പറഞ്ഞിട്ട് പോലും വിശ്വസിക്കാതെ ഇപ്പോഴും നാക്ക് സംസാരിക്കാനും പറ്റാതെ ഊമനായിട്ടായിരിക്കണത്. മറക്കരുത്, ഭവനത്തിനകത്ത് ഊമനായിട്ട് ആരിയ്ക്കുന്നു? ഭർത്താവിരിക്കുന്നു. പക്ഷെ ഭാര്യ അനുഗ്രഹം പ്രാപിക്കുന്ന അനുസരിച്ച് ഇവിടെ ഒരാൾ വിശ്വസിച്ചപ്പോൾ അനുഗ്രഹം പ്രാപിച്ചു. എന്നാൽ അടുത്ത് പറയുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. നിങ്ങൾ ഉല്ലസിക്കുന്നുണ്ടെങ്കിൽ ആരിൽ ഉല്ലസിക്കണം? ദൈവത്തിൽ ഉല്ലസിക്കണം. ഹല്ലേലൂയ. അടുത്ത് പറയുന്നു, അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചല്ലോ, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇതാ അടുത്ത് പറയാണ്, അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നല്ലോ, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. മറിയയ്ക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ ലോകമെമ്പാടും പറയുന്നില്ലേ, കൃപ ലഭിച്ചവളെ ഭാഗ്യവതിയെ മറിയേ എന്ന് ലോകം മുഴുവനും വിളിച്ച് ആമേ ഉയർത്തപ്പെടത്തക്കവണ്ണ, ആമേ ആദരിക്കത്തക്കവണ്ണ ഒരു മാന്യത എവിടെ നിന്ന് കിട്ടി? സ്വർഗത്തിൽ നിന്ന് കിട്ടി. 49 വാക്യത്തിൽ, ശക്തനായവൻ എനിക്ക് വലിയ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. ഹല്ലേലൂയ. ശക്തനായവൻ എനിക്ക് വലുത് ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കൈ കൊടുത്ത് പറ, ശക്തനായവൻ എനിക്ക് വലുത് ചെയ്തിരിക്കുന്നു. ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യം ചെയ്യുമെന്നല്ല, ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ തന്നെ ഒരു ദൈവ പ്രവൃത്തി നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ശക്തന വലിയ കാര്യം. ഒരിക്കലും നീ പുറത്തു വരത്തില്ല, അനുഗ്രഹം പ്രാപിക്കത്തില്ല. ആമേ, എന്നും ഇങ്ങനെ തന്നെ ഇരിക്കുമെന്ന് പറയുമെങ്കിൽ അടുത്ത് പറയുന്നുണ്ട്, ശക്തനായവനിക്ക് വലിയ കാര്യം, വൻ കാര്യങ്ങള് എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്യുന്നു. എന്നാൽ അവനെ ഭയപ്പെടുന്നവൻ, അവന്റെ കരുണ തലമുറ ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയ വിചാരത്തിൽ ആമേ അടുത്ത് പറയാണ്, കുറച്ച് വെളിപ്പാടുകളാണ് അങ്ങോട്ട് വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ചൊക്കെ വിളിച്ച് പറയുന്നത്. ഹല്ലേലൂയ. അവനെ ഭയപ്പെടുന്നവൻ, അവന്റെ കരുണ തലമുറ. നോക്കിക്കോളാം, ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് എന്തുണ്ടാവും?
കരുണയുണ്ടാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടണം. ഇന്ന് ഭയപ്പെടേണ്ട ആരെ ഭയപ്പെടണം? ദൈവത്തെ ഭയപ്പെടണം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ ഭയപ്പെടണം. ഭയപ്പെടേണ്ട സമയത്ത് ഭയപ്പെടുക, ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക. ദൈവത്തിന് കൃത്യമായിട്ട് നമുക്ക് മഹത്വം കൊടുക്കണം. മഹത്വം കൊടുക്കേണ്ട വ്യക്തിക്ക് മഹത്വം കൊടുത്ത് ആരാധിച്ച് കയറുമെങ്കിൽ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കും. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ അടുത്ത കൂട്ടരോട് പറയാണ്, തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഇന്ന് എന്തെങ്കിലും പ്രവർത്തിച്ചത് ആരാ? ദൈവമാണ്, കർത്താവായ യേശുവാണ്. നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച ആരാ? യേശുവാണ്. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ, അടുത്ത് ചിലരെ ഹൃദയത്തിനകത്ത് ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. വചനം പറയുമ്പോൾ ചില വ്യക്തികള് വചനത്തിന് വിരോധമായി ഹൃദയത്തിൽ സംസാരിക്കും. അത് എനിക്കറിയാൻ പറ്റത്തില്ല, ആത്മാവിന് വെളിപ്പെടും. ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ നാമം പരിശുദ്ധം തന്നെ. ഭയപ്പെടുന്നവരുടെ കരുണ ലഭിച്ചിരിക്കുന്നു. എന്നാൽ പരിഹസിക്കുന്നവർ മനസ്സിനകത്ത് ആമേ ഹല്ലേലൂയ എന്നുവെച്ചാ ദൈവത്തിന്റെ വചനത്തെ ഉള്ളുകൊണ്ട് വെറുക്കുന്നവരുണ്ട്. ഉള്ളുകൊണ്ട് വെറുക്കുന്നവർ, വചനത്തിന് വിരോധമായി നിൽക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരോടാണ് പറയുന്നത്. ഹല്ലേലൂയ. അവർക്ക് എന്താ സംഭവിക്കുന്നത്? ആമേ ഹല്ലേലൂയ. അവിടെ അവർ ഭുജം കൊണ്ട് അവരെ പ്രവർത്തിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നു. ഹൃദയ വിചാരത്തിൽ എന്തുണ്ടാകുന്നു? അഹങ്കാരമുണ്ടാകുന്നു. അവർക്ക് എന്താ സംഭവിക്കുന്ന പറയുമോ? അവരെ ചിതറിപ്പിച്ചിരിക്കുന്നു. വചനത്തിന് വിരോധമായി നമ്മൾ അഹങ്കരിച്ച് സംസാരിച്ച് പ്രവർത്തിച്ചാൽ വിടുതലുണ്ട്, അനുഗ്രഹമുണ്ട്. ചിലവർ വചനം കേൾക്കുമ്പോ അതിനെ അഹങ്കരിക്കുന്ന രീതിയിൽ സംസാരിക്കും. ബൈബിളാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ബൈബിൾ ഇല്ലാത്ത ഒരു കാര്യവും പറയുന്നില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ തന്നെയാണ് ഞാനിവിടെ തുറന്നു വെച്ച് വായിക്കുന്നത്, അത് പ്രസംഗിക്കുന്നത്. 51-ാമത്തെ വാക്യമാണ്. 1-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്. ആമേ ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിപ്പിക്കുന്നു. ആമേ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല, എന്നുവെച്ചാൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ആമേ അങ്ങോട്ട് ഞാൻ വിടുന്നു. ഹല്ലേലൂയ. എന്നാൽ പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ ഇറക്കി താണവരെ ഉയർത്തിരിക്കുന്നു. ഹല്ലേലൂയ. പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ ഇറക്കും, താണവരെ ദൈവം ഉയർത്താൻ പോവുകയാണ്. ഇന്ന് ഞങ്ങൾ വലിയവരാണെന്ന് പറഞ്ഞവരെ, ആമേ കഴിഞ്ഞ വർഷങ്ങൾ നമ്മളെ ബാക്കിലോട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ജനിച്ച സമയത്തൊക്കെ അല്ലേ, അന്ന് വലിയവരെ കൊണ്ട് ഇന്നും പലരും വലിയവരെന്ന് പറയുന്നവരൊക്കെ താണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഉയർന്നിരിക്കുന്നവർ ഒരിക്കലും അഹങ്കരിക്കരുത്. എപ്പോഴും ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കാൻ ശ്രമിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രഭുക്കന്മാരുടെ സിംഹാസനത്തിൽ ഇറക്കി താണവരെ ഉയർത്തിരിക്കുന്നു. വിശക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ അരുളി ചെയ്തപോലെ അബ്രഹാമിന് അവന്റെ സന്തതിക്ക് എന്നേക്കും കരുണ ഓർക്കേണ്ടത് തന്നെ. തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. മറിയ ഏകദേശം 3 മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലോട്ട് മടങ്ങി. എലിസബത്തിനോട് എത്ര മാസം താമസിച്ചു? കൃപ ലഭിച്ചവൾ, അഭിഷേകം പ്രാപിച്ചവര്, പരിശുദ്ധാത്മ നിറഞ്ഞവള്, ആത്മാവിൽ നിറഞ്ഞു വന്നവള്, ഇതാ കൃപ ലഭിച്ച വ്യക്തികളോട് 3 മാസം താമസിച്ചു. എന്നിട്ട് ആമേ ഹല്ലേലൂയ, മറിയ ഏകദേശം 3 മാസം അവളോടുകൂടെ, ചർച്ചക്കാരൻ വീട്ടിൽ ബന്ധുവാണ്, താമസിച്ചിട്ട് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. എലിസബത്ത് പ്രസവിക്കാനുള്ള കാലം തികഞ്ഞു. അവൾ ഒരു മകനെ പ്രസവിച്ചു. ഹല്ലേലൂയ. എന്നാൽ 58-ാമത്തെ വാക്യം, കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാർ ചർച്ചക്കാർ കേട്ടിട്ട് അവളോടുകൂടി സന്തോഷിച്ചു. ദൈവം അത്ഭുതം ചെയ്തപ്പോൾ, വാർദ്ധക്യ കാലത്തും ഒരു മകനെ കൊടുത്തപ്പോൾ, ഹല്ലേലൂയ, എല്ലാവരുടെ മേൽ അനുഗ്രഹവും സന്തോഷമുണ്ടായി. ഹല്ലേലൂയ. നിങ്ങൾക്കും ഒരു സന്തോഷമുണ്ടാവട്ടെ, നിങ്ങൾക്കും ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ മാസത്തിൽ സന്തോഷമുണ്ടാവട്ടെ, സന്തോഷ വാർത്തകൾ വരട്ടെ. ഹല്ലേലൂയ. ഒരു വിടുതൽ വരുമ്പോൾ സന്തോഷത്തിന്റെ വാർത്തകൾ, ഒരു വിടുതലിന്റെ വാർത്തകൾ. കർത്താവ് ഞങ്ങൾക്ക് വലിയ കരുണ കാണിച്ചു. ദൈവം നമ്മോട് കരുണ കാണിക്കണം, ദൈവത്തിന്റെ ദയ കാണിക്കണം. അതിനുവേണ്ടി നമ്മൾ താഴ്ത്തണം, ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കണം, ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ദയ വേണം. ആരോടും അഹങ്കരിക്കാതെയും ആരെ മുമ്പിലും നിഗളിക്കാതെയും താഴ്മയോടും എളിമയോടും എത്ര ഉയർന്നിരുന്നാലും
ദൈവസന്നിധിയിൽ എളിമയോടെ ഇരിക്കണം. നമ്മുടെ വാക്കുകൾ എപ്പോഴും ഉപ്പിനാൽ രുചികരമായിരിക്കും. നമ്മളെ നടത്തുന്ന വിധങ്ങൾ, ദൈവം നമ്മളെ നടത്തുന്ന വിധങ്ങൾ, ഒന്നുമില്ലായ്മയെന്നും ദൈവം നടത്തുന്ന വിധങ്ങൾ. ദൈവത്തെ അറിഞ്ഞപ്പോൾ എങ്ങനെയാ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ദൈവത്തെ അറിയുന്ന മുമ്പേ എങ്ങനെയായിരുന്നു? ദൈവത്തെ അറിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? മാറ്റങ്ങൾ വരണം. നിങ്ങൾ ദൈവത്തെ അറിയുന്ന മുമ്പേ എങ്ങനെയായിരുന്നു? ദൈവത്തിൻ്റെ സ്നേഹം, ദൈവം നടത്തുന്ന വിധങ്ങളെ ഓർത്ത് നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. നിങ്ങളെ ഓരോ ദിവസങ്ങൾ നടത്തുന്നത്, അല്ലെ നമ്മളെ ദൈവം ഓരോ ദിവസങ്ങളിൽ ഈ ഒരു മാസം നടത്തുന്നത് എത്രയോ ഒരു വഴിയിൽ വെച്ച് വീണുകൊണ്ടിരിക്കുന്നു, എത്രയോ ഒരു വഴിയിൽ വെച്ച് നശിച്ചുകൊണ്ടിരിക്കുന്നു, എത്രയോ ഒരു വഴിയിൽ വെച്ച് വഴിയിൽ വെച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ നശിച്ചു പോകാതെ, നീയും ഞാനും നശിച്ചു പോകാത്തത് ദൈവത്തിൻ്റെ കൃപയാലാണ്. നമുക്ക് എത്ര പ്രയാസം വന്നാലും, എത്ര വേദന വന്നാലും, പ്രാർത്ഥിക്കുന്നവർക്ക് പ്രയാസം വരാം, രോഗങ്ങൾ വരാം, ബുദ്ധിമുട്ട് വരാം, വേദനകൾ വരാം. ഇതെല്ലാം സഹിച്ച് ഒന്നുമില്ല എന്ന് ഞങ്ങളത് പറഞ്ഞ്, അവിടെ ഞങ്ങൾ സ്തോത്രം പറഞ്ഞ്, ഞങ്ങളുടെ വിടുതൽ യേശുവാണ്, ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്, യേശുവിനാൽ സൗഖ്യം തരും. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് യേശു മറുപടി തരും. നമുക്ക് അതിനെക്കാട്ടി ഒരു വിശ്വാസം എന്നതാണ്, എൻ്റെ കൂടെ യേശു ഉണ്ട്, എൻ്റെ ദൈവം പ്രാർത്ഥന ഞങ്ങളെ ഉപേക്ഷിക്കത്തില്ല, ഞങ്ങളെ തള്ളിക്കളയത്തില്ല. നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ദൈവമക്കളെ, നീ നിരാശയോട് ഇതാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ യേശുവിനോടൊന്ന് പറഞ്ഞു നോക്ക്, യേശുവിനോടൊന്ന് കരഞ്ഞു നോക്ക്, നിന്റെ ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ച് നോക്ക്. ഒന്ന് നീ ദൈവസന്നിധിയിൽ ഏകാന്തതയോടെ ഒരു സ്ഥലം ക്രമീകരിച്ച് കരയാൻ തുടങ്ങി പ്രാർത്ഥിച്ചു നോക്ക്. നിന്റെ അവസ്ഥകൾ മാറ്റം വരുന്നത്, നിന്റെ വിഷയം കൂട്ടുകാരടുത്ത് പറയാതെ നിന്റെ വിഷയം യേശുവിൻ്റെ അടുത്ത് മാത്രം പറഞ്ഞു നോക്ക്. വലിയൊരു ഭാരം ഇറങ്ങിപ്പോകുന്നത്, വേദനകൾ ഇറങ്ങിപ്പോകുന്നത്, നീ അറിയാതെ നിന്റെ അടുത്ത് ഇറങ്ങുന്ന ദൈവ സാന്നിധ്യം, നീ അറിയാതെ നിന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവസ്നേഹം. പലവരും ഒറ്റപ്പെട്ടും ഇന്ന് സ്നേഹിക്കാൻ ആരുമില്ലാതെ, ഒരു നല്ലൊരു വാക്ക് പറയാൻ പോലും ആരുമില്ലാതെ, ഇന്ന് നമ്മുടെ ഈ രാജ്യത്ത് ഒരുപാട് പേർ തിന്നാനുണ്ട്, കുടിക്കാനുണ്ടെങ്കിലും നല്ലൊരു വാക്ക് പറയാൻ ആരുമില്ല, തിന്നോന്ന് ചോദിക്കാൻ ആരുമില്ല. യേശു മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂടെ ഇരിക്കുന്നത് എത്ര ബന്ധുക്കളുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും വിട്ടുപോകുമ്പോ, എന്ന സകലത്തിന്റെ സ്നേഹവാനായ യേശുവിനെ ചേർത്ത് പിടിക്കുക. നിന്റെ അപ്പനായിട്ട് അമ്മയായിട്ട് എൻ്റെ യേശുവിനെ ചേർത്ത് പിടിക്കണം. ഈ ദൈവം നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ പകരും. ഹല്ലേലൂയ. നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട സമയത്തും ദൈവം തക്ക സമയത്ത് എലിസബത്തിന്റെ പ്രവർത്തിച്ച ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ മഹത്വം ഇന്ന് നിങ്ങളുടെ മേൽ ചലിക്കും. നിന്റെ അവസ്ഥകൾ മാറ്റം വരും, നിന്റെ ജീവിതത്തിലേക്ക് ഉയർച്ച വരും. ആ ദൈവം അത്ഭുതം ചെയ്യും. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധ പിതാവേ, ഈ നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇന്ന് കേട്ട വചനത്തിനായി സ്തോത്രം. അപ്പച്ച, മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോ പിള്ള തുള്ളിയതുപോലെ ദൈവത്തിന്റെ വചനം എന്ന് കേൾക്കുന്ന സഭമേൽ എല്ലാവരുടെ മേൽ ഒരത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെയൊക്കെ ബന്ധിക്കപ്പെട്ടോ, ദൈവജനത്തെ ബന്ധിക്കുന്ന സകല കെട്ടുകളും പത്രോസിന്റെ കെട്ടിനെ പൊട്ടിച്ച ദൈവം അഭിഷേകത്തിന്റെ തീ പലമേൽ ഇറങ്ങണം. ചില രോഗത്തിന്റെ വിടുതൽ സംഭവിക്കണം, ചില ശാപങ്ങൾ പൊട്ടിക്കണം, പാപങ്ങൾ അഴിയണം, അവിടുത്തെ രക്തത്താൽ ശുദ്ധീകരിക്കണം, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഈ വചനം കേൾക്കുമ്പോൾ ദൈവമേ, ഉദരത്തിന്റെ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുടെ മേൽ പൂർണ്ണ സൗഖ്യം നീ കൊടുക്കണം കർത്താവേ. ഞങ്ങളുടെ വാർദ്ധക്യമായി ഭാരപ്പെടുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ നീ സൗഖ്യമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിലൂടെ കേൾക്കുന്നവർ, ഇവിടെ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നവർ, സകലവരെയും വേദന നടുവിലാണെങ്കിൽ നിങ്ങളുടെ കൈ വെച്ച് പറ, അസാധ്യമായിട്ട് ഒന്നുമില്ല. നിന്റെ വലത്തെ കൈയെടുത്ത് വെച്ച് നിന്റെ വയറ്റിൽ വെച്ച് പറ, ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല, അസാധ്യമായിട്ട് ഒന്നുമില്ല, എല്ലാം സാധ്യമാണ്. സൗഖ്യത്തെ ഞാൻ അവകാശമാക്കുന്നു. സൗഖ്യം എന്റെ അവകാശമാണ്. സൗഖ്യത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു, യേശുവിനെ മുറുകെ പിടിക്കുന്നു. പൂർണ്ണ വിടുതലിനായി സ്തോത്രം. എല്ലാ മാനവും മഹത്വവും ഞാൻ യേശുവിന് കൊടുക്കുന്നു. യേശുവിൻ നാമത്തിന് ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.